അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ സുനിത വില്യംസ് നേരിടേണ്ടി വരുന്നത് നിരവധി വെല്ലുവിളികൾ. ഇതിലൊന്നാണ് ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുക എന്നത്. കൂടാതെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഇവരെ കാത്തിരിക്കുന്നുണ്ട്. 8 മാസത്തിലധികം മൈക്രോഗ്രാവിറ്റിയിൽ ചെലവഴിച്ച വില്യംസിനും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ നേരിടാൻ പോകുന്ന ഗുരുതര പ്രശ്നം ഗുരുത്വാകർഷണമാണെന്ന് ഇരുവരും പറയുന്നു. ഗുരുത്വാകർഷണം ശരീരത്തെ വലിയ രീതിയിൽ ബാധിക്കും. തിരിച്ചു വരുമ്പോൾ തങ്ങൾക്ക് തോന്നുന്നത് അതാണെന്നും അവർ വിശദീകരിച്ചു. ഗുരുത്വാകർഷണം ശരീരദ്രവങ്ങളെയെല്ലാം താഴത്തെ ഭാഗങ്ങളിലേക്ക് വലിക്കാൻ തുടങ്ങും. പെൻസിൽ ഉയർത്തുന്നത് പോലും ഒരു വ്യായാമം പോലെ തോന്നുമെന്നും CNN നൽകിയ അഭിമുഖത്തിൽ വിൽമോർ പറഞ്ഞു. ബഹിരാകാശത്ത് ദീർഘകാലം കഴിയുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പേടകത്തിൽ അണുബാധ, എല്ലുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ, വികിരണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ ഇക്കൂട്ടത്തിൽപ്പെടും. ഇവയെല്ലാം നേരിടാനും അതിജീവിക്കാനുമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ നിലയത്തിലുണ്ട്. ബഹിരാകാശ പേടകം എത്ര സുരക്ഷിതമാണെന്ന് പറഞ്ഞാലും അവിടെ റേഡിയേഷന്റെ അളവ് ഭൂമിയിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് കൂടുതലായിരിക്കുമെന്നാണ് കണക്ക്. ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നു എന്നതാണ് ബഹിരാകാശ സഞ്ചാരികളുടെ പ്രധാന പ്രശ്നം. ഗുരുത്വാകർഷണം അനുഭവപ്പെടാത്ത അവസ്ഥ പേശികളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കും. ശരീരദ്രവത്തിലുള്ള വ്യതിയാനങ്ങൾ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയിലും ഏകോപനത്തിലും മാറ്റങ്ങൾ വരുത്തും. ചെറിയൊരു ഭാരം പോലും ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലാകും. അവിടെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളിൽ ചിലത് ഭൂമിയിൽ തിരിച്ചെത്തിയാൽ പോലും തുടരുന്നവയാണ്. എന്നാൽ ഇതെല്ലാം സുനിത വില്യംസ് അവരുടെ നേരത്തെയുള്ള 2 യാത്രകളിലൂടെ അതിജീവിച്ചയാളാണ്. ആ യാത്രകളിൽ അവർ 322 ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.